അന്ന് യെരുശലേമ്യരും യഹൂദ്യദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. ഈ ബൈബിൾ സ്റ്റഡിയുടെ 3-ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. അങ്ങനെ യോഹന്നാന്റെ പ്രസംഗം കേൾക്കുവാൻ വേണ്ടി ജനങ്ങൾ മരുഭൂമിയിൽ വന്നുകൂടി. മാത്രമല്ല, ഇവന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് തങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ബോധമുണ്ടായി. അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. അങ്ങനെ അനേകർ സ്നാനപ്പെട്ടു. യോഹന്നാൻ നോക്കുമ്പോൾ തന്റെ സ്നാനത്തിനായി പരീശന്മാരും സദൂക്യരിലും ചിലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട്, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ എന്ന് ചോദിച്ചുകൊണ്ട് പ്രസംഗിക്കുകയാണ്. വാസ്തവത്തിലെ ഈ യോഹന്നാന്റെ തന്റെ ഇടം അംഗീകരിച്ചേ മതിയാകൂ. പരീശന്മാരെന്ന് പറഞ്ഞാൽ ആ കാലത്തെ ഏറ്റവും വലിയ വിശുദ്ധന്മാരാണ്. സദൂക്യരെന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരാണ്. അവര് ദേശത്ത് സ്വാധീനമുള്ളവരാണ്. അങ്ങനെ ഏറ്റവും അധികം സ്വാധീനമുള്ളതായ പുരോഹിതനും ആ കാലത്തെ ഏറ്റവും വലിയ ഭക്തന്മാരെന്ന് പറയുന്ന പരീശന്മാരും ഒക്കെയാണ് ഈ മരുഭൂമിയില് ഈ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രവും ധരിച്ച് തോൽവാറും കെട്ടി വെട്ടുക്കിളിയിൽ നിന്ന് കാട്ടുതേലിൽ നിന്നൊക്കെ ജീവിക്കുന്നതായ മനുഷ്യന്റെ അടുത്തേക്ക് വരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ അടുത്തേക്ക് ഇവിടെയുള്ള ഒരു അച്ഛൻ സ്നാനപ്പെടാൻ വരുന്നു എന്നിരിക്കട്ടെ. അച്ഛൻ പറയുക, ഞാൻ ഇതൊക്കെ വിശ്വസിക്കുന്നു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞാല് വലിയവരാണ് വരുന്നത് എങ്കിൽ അവരുടെ പാപത്തെ നമ്മൾ തൊടാതെ, അവരെ പിണക്കാതെ, വളരെ സൂക്ഷിച്ച് പൊതിഞ്ഞു കെട്ടിയൊക്കെ വർത്താനം പറഞ്ഞിട്ട് എങ്ങനെയും അവരെ ഒന്ന് സ്നാനപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കും. എന്നിട്ട് അവരിൽ നിന്ന് കിട്ടുന്ന ദശാംശവും മറ്റേ സാമ്പത്തിക നന്മകളും ഒക്കെ വാങ്ങി സന്തോഷമായിട്ടിരിക്കും. അവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്ത് പത്രങ്ങൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. അവരെ സ്നാനപ്പെടുത്തിയ വീരൻ എന്ന നിലയ്ക്കായിരിക്കും നമ്മുടെ ഫോട്ടോ പത്രത്തിൽ വരിക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ളത്. പക്ഷെ യോഹന്നാൻ സ്നാപകരെ സംബന്ധിച്ച് ഈ പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യരും ഇവരൊന്നും വലിയ ആൾക്കാരൊന്നുമല്ല. കാരണം അതിലും വലിയവനെ യോഹന്നാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തെ കണ്ടിറങ്ങിയവനാണ്, ദൈവം അയച്ചിട്ട് വന്നവനാണ്. അങ്ങനെയുള്ളവർക്ക് വലിയവനെ കാണുമ്പോൾ മുട്ടടിക്കത്തില്ല. എന്നാൽ ഇന്ന് വലിയവനെ കാണുമ്പോൾ മിക്കവരുടെയും മുട്ടടിക്കുകയാണ്. സത്യം പറയുവാൻ അവർക്ക് ധൈര്യമുണ്ടാകുന്നില്ല. അതുകൊണ്ട് വലിയവന്റെ ഭാഗം പറഞ്ഞുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാവപ്പെട്ടവനെ പീഡിപ്പിക്കുകയാണ്, സത്യം പറയാതിരിക്കുകയാണ്, ദൈവവചനം മൂടിവെക്കുകയാണ്. എന്നാൽ ദൈവത്താൽ അയക്കപ്പെട്ടവർക്ക് വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലെന്ന് മാത്രമല്ല, ഈ വലിയവരോട് അല്പം വിരോധം പോലെയാണ് സംസാരിക്കുന്നത്. ഞാൻ ആദ്യകാലത്തൊക്കെ ഓർത്തു, എന്താണ് യോഹന്നാൻ ഇവരോട് സർപ്പസന്തതികളെ എന്ന് വിളിക്കുന്നത്? മാത്രമല്ല, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാര് എന്ന് യോഹന്നാൻ ചോദിക്കുന്നു. ഇതെന്താ ഇതിന്റെ അർത്ഥം? എനിക്ക് കാര്യം മനസ്സിലായില്ല. പിന്നീട് ഞാൻ ഇതേക്കുറിച്ചൊക്കെ കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് യോഹന്നാൻ പറഞ്ഞത് ശരിക്കും അർത്ഥമുള്ള കാര്യമാണ് എന്ന്. യോഹന്നാനെ വളർന്നത് മരുഭൂമിയിലാണ്. വെട്ടുകിളിയെത്തുന്ന കാട്ടുതേനും കുടിച്ചാണ് ജീവിച്ചിരുന്നത്. യോഹന്നാൻ ഈ മരുഭൂമിയിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ അത്ഭുതകരമായ പല കാഴ്ചകളും കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ മരുഭൂമി എന്ന് പറഞ്ഞാല് വെറും മണൽക്കാടൊന്നുമല്ല. മഴക്കാലമാകുമ്പോൾ അവിടെ പുല്ലൊക്കെ ഉണ്ടായിരിക്കും, മരങ്ങളിൽ ഇലയൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ വേനൽക്കാലമാകുമ്പോൾ ഇലകളെല്ലാം പൊഴിയും, പുല്ലെല്ലാം ഉണങ്ങും. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ പുല്ലുകളുടെയും കരിയിലയുടെയും ഒക്കെ കീഴിൽ കയറി പാമ്പുകളെ, തേളുകളെ, അതുപോലുള്ള ജീവികളൊക്കെ പകൽക്കാലത്ത് തണുപ്പന്വേഷിച്ച് അങ്ങനെ ഇരിക്കും. രാത്രിയാകുമ്പോൾ ഇവരെല്ലാം പുറത്തിറങ്ങും. പകൽ സമയത്ത് ഇതിനെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇത് മുഴുവനും തണുപ്പന്വേഷിച്ച് ഇലയുടെയും പുല്ലിന്റെയും ഒക്കെ അടിയിലായിരിക്കും. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി കാട്ടുതീ ഉണ്ടാകും. ഈ കാട്ടുതീ വരുമ്പോൾ ഈ പറയുന്ന പാമ്പുകളും തേളുകളും എല്ലാം അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടും. യോഹന്നാൻ ഈ കാഴ്ച പലപ്പോഴും കണ്ടിട്ടുണ്ട്. യോഹന്നാൻ ചിലപ്പോ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, നോക്കുമ്പോ ആണ്ടേ പാമ്പുകളെല്ലാം കൂടെ ഓടുന്നു. എടാ, 1-2 പാമ്പല്ല, പാമ്പുകളുടെ ഒരു കൂട്ടം തന്നെ ഓടുന്നു. ഇവരെങ്ങോട്ടാ ഓടുന്നത്? അവിടെ ഒരു നദി കാണാനുണ്ട്. ആ നദിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ചെന്ന് നദിയിൽ ചാടുകയാണ്. എന്താ ഈ പാമ്പെല്ലാം കൂടെ പോയി വെള്ളത്തിൽ ചാടുന്നത്? യോഹന്നാൻ നോക്കിയപ്പോ മനസ്സിലായി, അതുങ്ങളുടെ പിന്നാലെ തീ കത്തി വരികയാണ്. കാട്ടുതീ വന്നിരിക്കുന്നു. ആ തീ കത്തിയപ്പോൾ ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ശരീരത്ത് പൊള്ളലേറ്റത് കൊണ്ട് അവിടുന്ന് ഇതുങ്ങളെല്ലാം കൂടെ ഓടി വെള്ളത്തിൽ പോയി ചാടിയതാണ്. ഇതിങ്ങൊക്കെ വെള്ളത്തിൽ കിടക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിട്ടല്ല, വെള്ളത്തിൽ ചാടണമെന്ന് ആഗ്രഹമുണ്ടായിട്ടല്ല. പക്ഷെ ശരീരം പൊള്ളിയിരിക്കുന്നു. അവിടെ ഇരുന്ന് ആ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇതുങ്ങളെല്ലാം അവിടുന്ന് എഴുന്നേറ്റ് ഓടിയത്.
ഇങ്ങനെയുള്ള കാഴ്ച പലവട്ടം കണ്ടിട്ടുള്ള യോഹന്നാന്റെ ഉള്ളില് പരീശന്മാരും സദൂക്യരും ഒക്കെ സ്നാനമേൽക്കാൻ വരുന്നത് കണ്ടപ്പോൾ ഈ പാമ്പുകൾ കൊണ്ട് ഓടിപ്പോയി വെള്ളത്തിൽ ചാടിയ കാര്യമാണ് ഓർമ്മ വന്നത്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. മലാഖി പ്രവചനം 4-ാം അധ്യായത്തിൽ പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്നേ അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരൊക്കെയും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്മിശേഷിപ്പിക്കാതെ സകലത്തെയും ദഹിപ്പിച്ചു കളയും. പരീശന്മാർക്കും സദൂക്യർക്കും ഒക്കെ അറിയാം ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുമെന്ന്. അന്നേ അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകുമെന്നും അവർക്കറിയാം. അത് ഒത്തിരി കാലമൊക്കെ കഴിഞ്ഞല്ലേ വരുന്നത് എന്ന് ഓർത്ത് അങ്ങനെ ആശ്വസിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് തുടർന്നുള്ളതായ വാക്യങ്ങളിൽ കാണുന്നത്, യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കുമെന്ന്. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കുമെന്നുള്ള ഭാഗം വായിച്ചു. ഇതൊക്കെ വായിച്ച് അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നപ്പോൾ ആരാണ്ട് പറഞ്ഞു, അതുകൊണ്ട് അവിടെ മരുഭൂമിയിൽ ഒരാൾ പ്രസംഗിക്കുന്നു. അദ്ദേഹം പറയുന്നത് മക്കളും അപ്പന്മാരും എല്ലാം കൂടെ ലോഹിതരാകണം, യഹോവയ്ക്ക് വേണ്ടി വഴിയൊരുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. മാനസാന്തരത്തിന്റെ പ്രസംഗമാണ്. ഉടനെ ഇവര് ചെല്ലോട് ചോദിച്ചു, അയാൾ എവിടത്തുകാരനാ, എങ്ങനാ? ഇവിടെ ഒന്നും നല്ലപോലെ പിടിയില്ല, പക്ഷേ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് അരയിൽ തോൽവാറ് കെട്ടിയ ഒരുത്തരാണ് ഈ പ്രസംഗിക്കുന്നത്. ദൈവവചനം അറിയാവുന്ന പരീശന്മാർക്കും സദൂക്യർക്കും ഒക്കെ കാര്യം മനസ്സിലായി. രോമവസ്ത്രം ധരിച്ച് അരയിൽ തോൽവാറ് കെട്ടിയ ഒരുവനെ അവർക്ക് പണ്ടേ അറിയാം, അത് ഏലിയാവാണ്. അപ്പോൾ ഇവര് വിചാരിച്ചു ഈ വന്നിരിക്കുന്നത് ഏലിയാവാണ്, അവനാണ് വന്നിങ്ങനെ മാനസാന്തരം പ്രസംഗിക്കുന്നത്. ഏലിയാവ് പ്രസംഗിക്കാൻ വന്നു എങ്കിൽ ഒരു കാര്യമുണ്ട്, യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കുമെന്നാണ് മലാഖി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ ഏറ്റവും അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു, കാത്തിരിക്കാൻ പറ്റില്ല. അങ്ങനെ യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ, അതായത് ചൂള പോലെ കത്തുന്ന ആ ദിവസം, അത് ഏറ്റവും അടുത്തുണ്ട്, തൊട്ടു പുറകിലുണ്ട്. എങ്ങനെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം. കാട്ടുതീ എത്തുമ്പോൾ പാമ്പുകളെല്ലാം കൂടെ ഓടിപ്പോയി വെള്ളത്തിൽ ചാടുന്നത് പോലെ ചൂള പോലെ കത്തുന്ന ദിവസം തൊട്ടു പുറകിലുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ പരീശന്മാരും സദൂക്യരും ഒക്കെ കൂടെ വെള്ളത്തിൽ ചാടാൻ വന്നിരിക്കുക, സ്നാനപ്പെടാൻ വന്നിരിക്കുകയാണ്. ഈ ബൈബിൾ സ്റ്റഡിയുടെ 3-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ഇത്രയും സമയം ഈ ദൈവവചനം ശ്രദ്ധിക്കുവാൻ സന്മനസ് കാണിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു.